നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. വട്ടിയൂർക്കാവിലാണ് എത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവില് കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. വളരെ ശക്തന്മാരാണ്, എല്ലാവർക്കും ജനപ്രിയരായിട്ടുള്ള ആൾക്കാരാണ്, വളരെ നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. ഒന്ന് ശ്രീലേഖ IPS, VK പ്രശാന്ത്, പിന്നെ K മുരളീധരൻ. ഇവർ മൂന്നുപേരും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. കാരണം അത്രയും ശക്തമായ ഒരു മത്സരം നടക്കുന്നതാണ്. വട്ടിയൂർക്കാവ് എൻ്റെ നാടാക്കി മാറ്റി എന്ന് പറഞ്ഞു വന്ന മുരളീധരനെ കോൺഗ്രസിന്റെ വിഡ്ഢിത്തം കൊണ്ട് ഇവിടുന്ന് എടുത്തു മാറ്റി അവിടെ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ ഒരാളെ സ്വന്തമായി ആ മണ്ഡലം നോക്കി നടത്താൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിച്ചതാണ്. അതുപോലെ തന്നെ കോന്നിയും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സാറേ. കോന്നി അടൂർ പ്രകാശ് കൃത്യമായി നോക്കിക്കൊണ്ടിരുന്ന മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയെടുത്ത് അതുകൊണ്ട് ആ മണ്ഡലം കളഞ്ഞു വിളിച്ചു. ഇപ്പൊ ഇങ്ങനെ ഉള്ള പ്രത്യേകതകള്, ബുദ്ധിയില്ലായ്മകൾ കാണിക്കുന്നതിൽ കോൺഗ്രസ് ഭയങ്കര മിടുക്കന്മാർ, അത്ര ശക്തന്മാർ വേറെ ആരുമില്ല എന്നുള്ളതാണ് സത്യം. സാറേ, ഇപ്പൊ അവിടെ മത്സരിക്കുന്ന ഈ മൂന്ന് സ്ഥാനാർത്ഥികളാണ്. ഇവരില്ല ആർക്കാണ് വിജയസാധ്യത എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് സാറിന് പറയാനുള്ളത്? ഈ തിരുവനന്തപുരം പഴയ നോർത്ത് മണ്ഡലമാണ് ഇപ്പോൾ വട്ടിയൂർക്കാവ് എന്നറിയപ്പെടുന്നത്. പേര് കേൾക്കുമ്പം ഗ്രാമപ്രദേശമോ മറ്റോ ആണെന്ന് തോന്നും. ഒന്നുമല്ല, തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം തന്നെയാണ് വട്ടിയൂർക്കാവ്. ഇത് 2011 ഈ വട്ടിയൂർക്കാവ് എന്ന പേരിൽ രൂപീകൃതമായത്. അന്ന് വിജയക്കൊടി പാറിച്ചത് K മുരളീധരനാണ്. അന്ന് CPM ചെറിയാൻ ഫിലിപ്പാണ് അവിടെ മത്സരിച്ചത്. ചെറിയാൻ ഫിലിപ്പ് അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. ആ ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ഇരിപ്പുണ്ട്. ആ ഇന്ദിരാഭവൻ ഇരിക്കുന്നതും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണെന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. പിന്നീട് 2016 വരുമ്പോൾ CPM സ്ഥാനാർത്ഥി അവിടെ TN സീമയാണ്. കുമ്മനം രാജശേഖരനായിരുന്നു അവിടെ മത്സരിച്ചത്. 2011 VV രാജേഷ്, 16 വരുമ്പോൾ കുമ്മനമാണ് മത്സരിച്ചത്. കുമ്മനം 2ാം സ്ഥാനത്തെത്തി. അപ്പോഴേക്കാണ് BJPക്ക് പ്രതീക്ഷ ഏറെ വളർന്നു. BJPക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരനെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വണ്ടി കയറ്റി. അതുകൊണ്ട് എന്ത് പറ്റി? ഇവിടെ ബൈ ഇലക്ഷൻ വേണ്ടി വന്നു. തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷനിലെ മേയർ ബ്രോ എന്ന വിശേഷണത്തോടുകൂടി ഇരിക്കുന്നു. യുവജനങ്ങളുടെ ഇടയിൽ ഹരമായി മാറിയ പ്രശാന്ത് അവിടെ മിന്നും പ്രകടനം കാഴ്ചവെച്ച ആ ഉപതെരഞ്ഞെടുപ്പിൽ CPM തിരിച്ചു പിടിക്കുകയും ചെയ്തു. 7,22 വോട്ട് നേടി ഭൂരിപക്ഷത്ത് നിൽക്കുന്നവരെ തകർത്തത് 14,462 വോട്ട് വാങ്ങിച്ചാണ് അവരെ തകർത്ത് തെരപ്പണമാക്കി കളഞ്ഞത് ആ ഉപതെരഞ്ഞെടുപ്പിൽ. പിന്നീട് 2021 നടന്ന തെരഞ്ഞെടുപ്പിലും പ്രശാന്ത് തന്നെ VK പ്രശാന്ത് വളരെ സുസമ്മതനാണ്. ഇവിടെ നിന്ന് പോയ K മുരളീധരനോ ഏവർക്കും സുസമ്മതനാണ്. ഇനിയും ഇവർ രണ്ടുപേരും കൂടാതെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന ശാസ്തമംഗലം വാർഡ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറായ മുൻ DGP ശ്രീലേഖ IPS ആണ് BJPയുടെ സ്ഥാനാർത്ഥി. ശ്രീലേഖയും ഏവർക്കും സുസമ്മതയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിലെ ജനങ്ങളെ വോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയത്തിലാണ് നിൽക്കുന്നത് എന്നാണ്. കാരണം മുരളീധരൻ തൻ്റെ കഴിവ് മുഴുവൻ ഇവിടെ പ്രകടിപ്പിച്ചതാണ്. നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവ് കൊടുത്ത പുതുജീവൻ കൊണ്ട് ജീവിച്ചു വന്നിട്ട് അദ്ദേഹം നന്ദിപൂർവ്വം ഓർക്കുകയും ആ വട്ടിയൂർക്കാവിൽ തന്നെ ഞാൻ നിലനിന്നോളാം എന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്ത ആളിനെ തിരിച്ചു വലിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചതാണ്. ഇതിന് തോറ്റാൽ ഉത്തരവാദി അന്ന് ഇദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോയ ആൾക്കാർ തന്നെയാണ്. വീണ്ടും പോയാൽ പ്രാവശ്യം പോയിട്ട് സാർ അന്ന് മുരളീധരൻ ഉണ്ടല്ലോ, പിന്നീട് ഇപ്പം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല മണ്ഡലങ്ങളൊക്കെ നോക്കി നടന്നു. ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ പോയി നോക്കി. ഗുരുവായൂർ ലീഗിന്റെ മണ്ഡലമാണ്. അതാകുമ്പോൾ വളരെ സുരക്ഷിതമാണ്. ലീഗ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാനൊക്കെ തയ്യാറാകുകയൊക്കെ ചെയ്തതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലങ്ങൾ വെച്ച് മാറാൻ. കാരണം ലീഗിന് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണമല്ലോ. അതിനുവേണ്ടി അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ, ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് കഴിഞ്ഞാൽ ആരും പാര വയ്ക്കുകയോ പാലം പണി വലിക്കുകയോ ചെയ്യത്തില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് ചുക്കാൻ്റെ ചുമതല മുരളീധരനായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മുരളീധരൻ ഇവിടെ 10 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ വാർഡിലെ, കോർപ്പറേഷനിൽ. അതിനെ 20-ലെത്തിച്ചു. മാന്യമായ ഒരു സംഖ്യയിൽ എത്തിച്ചില്ലേ? തിരുവനന്തപുരവും എന്താണെന്നും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പൾസ് എന്താണെന്നും മുരളീധരൻ മനസ്സിലാക്കി. മുരളീധരൻ ഒന്നും കാണാതെ അങ്ങോട്ടേക്ക് ഇറങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിയമത്തിലൊന്നും അതിശക്തമായ നേമത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശബരിനാഥ 3ാം സ്ഥാനത്തേക്ക് പോകും, ദയനീയമായി പരാജയപ്പെടും. ശക്തമായ ത്രികോണ മത്സരമൊന്നും അവിടെ വരുന്നില്ല. പക്ഷെ ശക്തമായ ത്രികോണ മത്സരം
മത്സരം നിൽക്കുന്നത് വട്ടിയൂർക്കാവിൽ തന്നെയാണ്. കഴക്കൂട്ടത്തും ശക്തമായ ത്രികോണ മത്സരം ഇല്ല. കടകംപള്ളി മുരളീധരനുമായിട്ട് മാത്രമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ദുർബലനാണ് ശരത്ചന്ദ്ര പ്രസാദ്. ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദുർബലനല്ല, ശക്തിമാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശക്തമായ ത്രികോണ മത്സരമാണ്. പ്രശാന്തിനെ ജനങ്ങൾക്ക് തഴയാൻ പറ്റത്തില്ല. ഇനി പ്രശാന്തും മുരളീധരനും ഇവരുടെ ഇടയിൽ നിൽക്കുകയാണ് ഒരു വനിതകൾക്കിടയിൽ വലിയ സ്ഥാനം ശ്രീലേഖയ്ക്ക് ഉണ്ട്. ശ്രീലേഖ എന്ത് പറഞ്ഞാലും ഒരു പോലീസ് മേധാവി സ്ഥാനത്തിരുന്നതാ. പലരും പറയും ഈ പഴയ അധികാരത്തിന്റെ ഹുങ്ക് മുഴുവൻ കാണിക്കും. അത് IAS IPS എത്ര റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അതിന്റെ ഒരു ബ്യൂറോക്രാറ്റ് സ്വഭാവം അല്പം ഉണ്ടാവും. പക്ഷെ ഇപ്പം ശ്രീലേഖ മാറി. ശ്രീലേഖ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു കൗൺസിലർ സ്ഥാനത്താണ് ഇരിക്കുന്നത്. അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പഴയ ഭാവം മാറി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ മാറും. ഇതുവരെ മാറ്റേണ്ടി വന്നില്ല, ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു നിയമസഭയിൽ കഴിഞ്ഞ നഗരസഭയിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രീലേഖ ഈസി ആയിട്ട് പിന്നെ കെ മുരളീധരന് രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. കരുണാകരൻ്റെ ലീഡറുടെ മകന് എങ്ങനെ ജാതി സമവാക്യവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിന്നുകൊണ്ട് കളിക്കാൻ മുരളീധരന് നന്നായിട്ട് അറിയാം. ജാതി സമവാക്യം ഇവിടെ പ്രധാനമാണ്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു എലൈറ്റ് ക്ലാസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നായർ ഈഴവ പ്രാതിനിധ്യം നല്ലതുപോലെ തന്നെയുണ്ട്. അവരാണ് മെജോറിറ്റി. 45% നായന്മാരുണ്ട്. 45% നായന്മാർ, ഈഴവരും നിൽക്കുന്നുണ്ട്. പിന്നെ ക്രൈസ്തവരുണ്ട്. അതായത് പട്ടം നാലാഞ്ചിറ ഭാഗം എന്നൊക്കെ പറയുന്നത് ബിഷപ്പ് ഹൗസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നിൽക്കുന്ന ഇടമാണ് പട്ടവും നാലാഞ്ചിറ ഭാഗങ്ങളും ഒക്കെ. ഇവിടെയൊക്കെ ക്രൈസ്തവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ കെ മുരളീധരൻ സമർത്ഥനാണ്. പല മുൻകാലങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വട്ടിയൂർക്കാവിലെ വിജയത്തിന് പിന്നിൽ. പക്ഷേ ഇപ്പോൾ ക്രൈസ്തവരുടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ക്രൈസ്തവരുടെ വോട്ടെല്ലാം കോൺഗ്രസിന് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് BJPയിലേക്ക് പോയിട്ടുണ്ട്. ക്രൈസ്തവ സഭകളും BJP നേതൃത്വവുമായിട്ടുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ബിഷപ്പുമാർ പോകുന്നതും അതുപോലെ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ബിഷപ്പുമാർ കാണാനായിട്ട് ക്യൂ നിൽക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് BJPയിൽ തന്നെ പ്രധാനപ്പെട്ട ക്രൈസ്തവ മുഖങ്ങളൊക്കെ ഇല്ലേ. ഇപ്പം ജോർജ് കുര്യനായാലും ഷോൺ ജോർജ് ആയാലും PC ജോർജ് ആയാലും ഒക്കെ അവരൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് BJPയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ. അപ്പോൾ ക്രൈസ്തവരെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രീലേഖയ്ക്ക് അനുകൂലമായിട്ടും മാറും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ചിന്തിക്കും, മുരളീധരൻ മുമ്പ് ഇവിടെ MLA ആയിരുന്നല്ലോ, കാര്യങ്ങളൊക്കെ ചെയ്തു, ഓക്കെ. പ്രശാന്തും ഏതാണ്ട് ഒരു ടേം പകുതി മുതലും പിന്നെ ഒരു ടേം മുഴുവനായിട്ടും പ്രശാന്തിലൂടെയും കാര്യങ്ങൾ ഒരുവിധം ഞങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് ഒരാളിലേക്ക് കൊടുക്കാം, ഒരു വനിതയ്ക്ക് തന്നെ കൊടുക്കാം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കാം. പ്രത്യേകിച്ച് പോലീസ് തലപ്പത്ത് ഇരുന്നു, ആ തരത്തിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലും അതിവിദഗ്ധയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കാം എന്ന് വേണമെങ്കിലും കരുതാം. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ല ഒരു പങ്ക് BJPക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് 12-13 വാർഡുകളാണ് ഇവിടെ കോർപ്പറേഷനിൽ നേടിയെടുത്തിരിക്കുന്നത്. അതൊക്കെ അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ലീഡ് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അനുകൂല ഘടകങ്ങളായിട്ട് കാണുന്ന സ്ഥിതിക്ക് ശ്രീലേഖയ്ക്ക് വിജയസാധ്യത ഏറുന്നു എന്നാണ് മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്ന് വിചാരിച്ച് മറ്റ് രണ്ടുപേരും മോശക്കാരല്ല. കൃത്യമായ ത്രികോണ മത്സരം ഈ മണ്ഡലത്തിൽ മറ്റു മണ്ഡലങ്ങളിലൊക്കെ നമുക്ക് ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ നമുക്ക് അവരുടെ കഴിവ് അവരത്ര പോരാ എന്നൊക്കെ പറഞ്ഞ് താഴ്ത്തിക്കെട്ടാം. ഇവിടെ 3 പേരെയും താഴ്ത്തിക്കെട്ടാൻ പറ്റത്തില്ല. ഒരേപോലെ തന്നെ ത്രാസിൽ നിൽക്കുകയാണ്. പ്രശാന്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രശാന്ത് നഗരസഭയിലെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവിൽ ചെന്നു, അവരുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളായി മാറി. ബ്രോ എന്നുള്ള പേര് വന്നു. എല്ലാ വിധത്തിലും വളരെ മിടുക്കനായിട്ട് വന്നു. അപ്പം ഇന്ന് നമ്മൾ ഒന്നൊരു സർവേ നടത്തുമ്പോൾ നമ്മളൊരു സ്ത്രീയോട് ചോദിക്കുകയാണ്, ഒന്നല്ല കുറേ പേരോട് ചോദിക്കുമ്പോൾ പറയുന്ന അഭിപ്രായം പിണറായി വിജയൻ വേണ്ട. അപ്പം ഞങ്ങളുടെ അടുത്ത ചോദ്യം, ഇവിടെ ആരാണ് ജയിക്കുക? അത് VK പ്രശാന്ത് ജയിക്കും. അപ്പം ഞാൻ ഞെട്ടിപ്പോവാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ അല്ല, പുള്ളിക്ക് സ്വന്തമായി ഒരു വ്യക്തി പ്രഭാവം അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രീലേഖയ്ക്ക് ഒരു ഭീഷണിയാണ്. ഇത് നഗരസഭയിൽ BJPക്ക് ആർജിക്കാൻ കഴിഞ്ഞ വോട്ടുകളെ വീണ്ടും ആർജിക്കാൻ കഴിഞ്ഞാൽ ശ്രീലേഖയ്ക്ക് മുന്നോട്ട് വരാൻ കഴിയും.
അതല്ലേ സാറേ എൻ്റെ അതാണ് എൻ്റെ കാരണം. ശ്രീലേഖയ്ക്ക് സാധ്യത നിൽക്കുന്ന ഇടമാണ്. ശ്രീലേഖ തിരുവനന്തപുരത്തുകാർ പ്രതീക്ഷിച്ചത് തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ കാരണം ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അതിന് അർഹതയുണ്ട്. തിരുവനന്തപുരത്തുകാർ ഏറെ പ്രതീക്ഷിച്ചു. കാരണം അത്രയും വലിയൊരു പ്രൊഫൈലുള്ള ഒരാൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് വരുന്നതിൽ തിരുവനന്തപുരത്തുകാർക്ക് ഒരഭിമാനം. പക്ഷേ അത് രാഷ്ട്രീയ കളികളിലൂടെ അത് മാറിപ്പോയി. ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടാണ് ശ്രീലേഖയ്ക്ക് വീണ്ടും അവിടെ സീറ്റ് കൊടുത്തതെന്ന് വെച്ചാൽ ശ്രീലേഖയുടെ പേര് ബി ജെ പിയുടെ നഗരസഭ പിടിക്കുന്നതിൽ അവർക്ക് കൃത്യമായി പ്രയോജനപ്പെട്ടു എന്നത് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ശ്രീലേഖയുടെ പേര് മുന്നോട്ട് തന്നെ വെക്കുകയാണ്. ശ്രീലേഖ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അവർക്ക് ജനങ്ങൾ അവരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. പാർലമെന്റ് അവരെ ഒഴിവാക്കാൻ പറ്റാതെ നിന്നില്ല സാറേ. അവരെ മേയറാക്കാൻ ആക്കുമോ ഒരു 2-3 ദിവസം വി രാജേഷ് ആകുമോ ശ്രീലേഖ ആകുമോ എന്നുള്ള തർക്കത്തിൽ നിന്നത്. പുറത്തുനിന്ന് വന്ന ഒരാളിനെ പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ആൾ കൃത്യമായി മനസ്സിലായി ശ്രീലേഖ ആരാണെന്നും അവർക്ക് ചില ജനപിന്തുണയും കൃത്യമായി ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വട്ടിയൂർക്കാവ് അവർക്ക് വീണ്ടും കൊടുക്കാൻ തയ്യാറായത്. വട്ടിയൂർക്കാവ് പോലെ നല്ല അവരുടെ ഷുവർ സീറ്റ് എന്ന് പറയുന്ന ഒരു സീറ്റാണ് അവർക്ക് കൊടുത്തത്, അല്ലേ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലുകളോ പറയുന്നതല്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതുവരെയുള്ള വോട്ടിന്റെ അടിസ്ഥാനത്തിലും നഗരസഭ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും എല്ലാ ഉള്ള നിലപാടുകളുടെ കാര്യത്തിലും അതേപോലെ തന്നെ ജാതി സമവാക്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടും പിന്നെ ജനകീയ അഭിപ്രായങ്ങളെ കുറിച്ച് ഞങ്ങൾ തേടിയിട്ടുമൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് യുക്തമായ കാര്യങ്ങൾ, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്ന ആ നിലപാട് ഒരിക്കലും അത് ഏത് പാർട്ടിയോട് ചെയ്താലും തെറ്റാണ്. അവർ സ്വന്തമായി ആർജിച്ച് വരുന്ന വോട്ടുകൾ അവർക്ക് കൊടുക്കുക. അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ജനാധിപത്യം പുലരട്ടെ, എല്ലാ പാർട്ടികളും അവിടെ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അടുത്ത ഒരു മണ്ഡലവുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.